എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പഴംപൊരിയാണ്. നല്ല മുരിഞ്ഞ പഴംപൊരി. മെയിനായിട്ട് അറിയാലോ നിങ്ങൾക്ക്, നമ്മൾ അപ്പസോഡയൊന്നും ഇടാത്ത ഒരു പഴംപൊരി ചെയ്ത് കാണിക്കാം. അപ്പോൾ പഴംപൊരിക്ക് നമ്മൾ മൈദ, ഇതിലൊരു ഗ്ലാസ് മൈദപ്പൊടി എടുക്കുക. നമ്മൾ ആദ്യം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് പൊടിയൊന്ന് ക്ലീൻ ചെയ്യണമല്ലോ, അപ്പോൾ ഒന്ന് അരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് ഇതാ മൈദ, ഇതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ കളർ പൊടിയൊന്നും ഇടാറില്ലല്ലോ, അപ്പോൾ മഞ്ഞൾപ്പൊടി ഇത്തിരി, കുറച്ച് ഉപ്പ്, ഒരു സ്പൂൺ പഞ്ചസാര, ഒരു കാ ഗ്ലാസ് ഇതാ മാവാണ്, അരിമാവ്. ഇഡ്ഡലി മാവോ ദോശമാവോ എന്ത് മാവ് ഉണ്ടെങ്കിലും നമ്മൾ ഇന്നലെ അരച്ചത് ഉണ്ടാവുമല്ലോ, അതിൽ കുറച്ച് പുളി ഉണ്ടാവും. അപ്പം ഇതാണ് നമ്മുടെ പഴംപൊരിക്ക് പൊന്താൻ നല്ല സ്മൂത്ത് കൊടുക്കാനുള്ള സീക്രട്ട്. ഇതും ഇതിലൊഴിക്കുക. ഇത് കാരണം നമ്മൾ അപ്പസോഡയൊന്നും ഇടണ്ട. ഇതൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെച്ച് കുറച്ച് വെള്ളം പാകത്തിന്. ഇഡ്ഡലിമാവിൻ്റെ കട്ടി വേണം. അരിമാവില്ലേ, ഇഡ്ഡലിമാവ് നമ്മൾ അരച്ച് വെക്കുമല്ലോ കട്ടിയിൽ. അപ്പോൾ അല്ലാതെ വെള്ളം ഇതിൽ കണക്ക് എന്ന് പറയണതൊന്നുമില്ല. നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ പാകത്തിന് കുഴച്ച് വെച്ചാൽ മതി. ഒരു 3 മണിക്കൂറുടെ മുമ്പ് തന്നെ ഇങ്ങനെ മാവ് കുഴച്ച് വെക്കണം, എന്നാലേ നമുക്ക് പൊന്താനുള്ള സമയം കിട്ടുള്ളൂ. ഇതാണ് കട്ടി, കണ്ടോ? ഈ കട്ടിയിൽ ഇങ്ങനെ കുഴച്ച് വെക്കുക. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കറക്റ്റ് നമുക്ക് പൊന്തിയിട്ടുണ്ടാവും. കറക്റ്റായിട്ട് 3 മണിക്കൂർ ഇരിക്കണം ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട്. നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പഴംപൊരിക്ക് മാവ് ഇളക്കി വെച്ചല്ലോ. ഇപ്പം ഇത് എങ്ങനെ പൊന്തിയിട്ടുണ്ട് നോക്കാം. ഇതാ കണ്ടോ, പൊന്തിയിട്ടുണ്ട്, ബബിൾസ് വന്നിട്ടുണ്ട്, കണ്ടോ? നല്ല സ്മൂത്ത് മാവ്, നമ്മൾ തൊടുമ്പോൾ തന്നെ അറിയാം നമുക്ക്. കണ്ടോ? ഇത് പഴംപൊരിക്ക് എണ്ണ ഒഴിക്കുക ചീനച്ചട്ടിയിൽ. ഗോൾഡ് വിന്നറാണ് കേട്ടോ. ഇവിടെ എപ്പോഴും ഈ റിഫൈൻഡ് ഓയിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പാം ഓയിലൊന്നും നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല അല്ലേ. പിന്നെ നല്ലെണ്ണ ഉപയോഗിക്കാറുണ്ട്, കടലെണ്ണ അല്ലേ. അത് കറി വെക്കാനും കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, പലഹാരം ഉണ്ടാക്കാൻ നമ്മൾ ഗോൾഡ് വിന്നറാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇടയ്ക്ക് മാത്രം വെളിച്ചെണ്ണ, ഒരു ടേസ്റ്റിന്. വെളിച്ചെണ്ണ പഴംപൊരിക്ക് സൂപ്പറായിട്ടുണ്ടാവും. നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കി. നല്ല പഴുത്ത പഴം, നല്ല പഴുത്ത പഴം വേണം പഴംപൊരിക്ക്. നാടൻ പഴമാണിത്, അതാണ് കുറച്ച് ചെറുതായിട്ടിരിക്കുന്നത്. നാടൻ പഴം നല്ല ടേസ്റ്റ്, നല്ല മധുരം ഉണ്ടാവും. ആക്ച്വലി പഴം ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ. അച്ഛൻ എന്നും പറയും പഴംപൊരി ഉണ്ടാക്കുന്നത്, പക്ഷെ നമുക്ക് സമയം കിട്ടാറില്ല. പിന്നെ അന്ന് വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവിടെ സ്നാക്സ് ആയിട്ട്. പഴം ഇങ്ങനെ ഈ രീതിയിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മുറിച്ചാൽ പെട്ടെന്ന് എടുത്ത്, ചെറുതല്ലേ പെട്ടെന്ന് ഇടാം. വലുതാവുമ്പോൾ നമുക്ക് ഇടാൻ ഇത്തിരി ഒരു നോക്കി ശ്രദ്ധയോടെ ഇടണം. അതേപോലെ എടുക്കുമ്പോഴും നമ്മൾ ഇത്ര വലുത് മുറിക്കുമ്പോൾ അതുപോലെ പെട്ടെന്ന് ഒഴുക്കി വീഴേ.
കയ്യിലിരുന്ന് പെട്ടെന്ന് വഴുക്കി വീഴും വലുതാവുമ്പോൾ. പക്ഷെ ഭംഗി ഉണ്ടാവും. ഇങ്ങനെ നീളത്തിൽ നമ്മൾ പഴംപൊരിക്ക് എടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവും. നമ്മൾ എടുത്ത് ഇടുമ്പോൾ ഇതാ ശ്രദ്ധയോടെ ഇടണം. മെല്ലെ ഇങ്ങനെ ഇട്ടാൽ മതി, ഇങ്ങനെ എണ്ണ തിരിക്കും മേത്ത്. മാവ് നല്ല പൊന്തിയാക്കണോണ്ടാ കേട്ടോ അതാ മേൽഭാഗമൊക്കെ നല്ല പൊന്തി വന്നത്. നോക്കുമ്പോ മേളിലൊക്കെ നല്ല പൊന്തി വരുന്നു. നമ്മള് 3 മണിക്കൂർ എന്നുള്ളത് അതിലും കൂടുതൽ വെച്ചിട്ടുണ്ട്. വെക്കും തോറും മാവ് നല്ല പൊന്തും ടേസ്റ്റും ഉണ്ടാവും. നല്ല സ്മൂത്ത് ഉണ്ടാവും. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളില് സോഫ്റ്റ് ആയിട്ടിരിക്കും. 1 മണിക്കൊക്കെ നമ്മള് ഉച്ചക്ക് 1 മണിക്കൊക്കെ മാവ് ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് അളവിൽ ഇങ്ങനെ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണിക്കൊക്കെ കറക്റ്റ് 1 ഗ്ലാസ് ചായയും 2 പഴംപൊരിയും അടിപൊളിയായിട്ടുണ്ടാവും കഴിക്കാം. നമ്മളിവിടെ ചായ കുടിക്കുന്ന ആൾക്കാരും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ ചായക്ക് ഉണ്ടാക്കാത്തത്. നമ്മൾ തിരിച്ചിടാ പഴംപൊരി. ഇതാ ഈ കളർ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇങ്ങനെ 2 കയ്യിലെടുത്തോളൂ കേട്ടോ. ഒരെണ്ണത്തിൽ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കടേന്ന് പോയി വീഴും എണ്ണയിൽ. ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്ത് ഒരെണ്ണം ഇങ്ങനെ ഒരെണ്ണത്തിൽ ഇങ്ങനെ തിരിച്ചിടുക. സാധാരണ പഴംപൊരി നമ്മൾ വറുത്തെടുത്ത് കഴിയുമ്പോൾ നല്ല എണ്ണ കാണിക്കും ഇങ്ങനെ വാർത്ത് വെക്കുമ്പോഴത്തേക്കും. ഇത് എല്ലാം വച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അത്രയ്ക്ക് എണ്ണയൊന്നും ഉണ്ടാവില്ല ഈ പഴംപൊരിക്ക്. അപ്പൊ നമ്മള് പഴംപൊരി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ മാവിൽ ഞങ്ങൾക്ക് 2 അപ്പം. എക്സ്ട്രാ മാവില് കുട്ടികൾക്ക് ഇങ്ങനെ ആക്കി കൊടുക്കും ഞാന്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ കഴിക്കാൻ. കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചാൽ മതി. ഇനി ഇതിന്റെ എണ്ണ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ്. നമ്മള് 1 ഗ്ലാസ് മാവ് കറക്റ്റ് എടുത്തതില് ബാക്കി കിട്ടിയതാ ഈ മാവേ ഉള്ളൂ. അപ്പൊ അത് കറക്റ്റ് എടുത്താ മതി. കൂടുതൽ എടുക്കാൻ നിൽക്കണ്ട. ആ ഒറ്റ ഗ്ലാസ് എടുത്താ ഒരു ഫാമിലിക്ക് കറക്റ്റ് പഴംപൊരി. നമുക്ക് കൂടുതലാണ് കേട്ടോ. അതന്നെ, ഒരു 5 പേര് സുഖമായിട്ട് കഴിക്കാം. 1 ഗ്ലാസ് മാവ് മതി. ചിലവർക്ക് അളവ് അറിയില്ലല്ലോ അതിന്. കുട്ടികൾക്ക് അളവ് അറിയില്ല. മൈദ ഓവറായിട്ട് കലക്കിട്ടേ വെറുതെ കളയേണ്ടി വരും. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ഇത്. നല്ല മുരുമുരുന്നുണ്ട്. ഇതാണ് ചട്ടിയിൽ അവസാനം വന്നിരിക്കുന്ന എണ്ണ. സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചരിച്ചാൽ എണ്ണ ഒഴുകി വരും. പക്ഷെ ഇതിൽ വരില്ല. ഇതിലങ്ങനെ എണ്ണ കുടിക്കില്ല. നമുക്ക് പഴംപൊരി തിന്നുമ്പോൾ ആ എണ്ണയുടെ ടേസ്റ്റ് ഒന്നും വരില്ല. ഇവന് ഞങ്ങൾ പഴംപൊരിയില് വറുത്ത പഴം മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. മൈദ മാവ് ആയതുകൊണ്ട് ഞങ്ങള് മാവ് കൊടുക്കില്ല. മാവൊക്കെ ഞങ്ങൾ തിന്നും. കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല ഞങ്ങള്. കുഞ്ഞു പാവയല്ലേ, പഞ്ചസാര ഓരോന്നും കൊടുക്കാൻ തുടങ്ങി. കുഞ്ഞാവയാണോ? ഹായ് പറ. ഹായ് പറ. ഹായ്. ഹായ് പറഞ്ഞ. ഓ അയാൾക്ക് പഴം കൊടുക്കാത്ത ഇരുദേശത്തില. തല എവിടെയാ? തല തല ആ തല ആ തല തല കണ്ണെവിടെ? ഗുഡ് ബോയ്. കഴിച്ചു നോക്കുമ്പോ കഴിച്ചു നോക്കാം. മേലെ മുരുമുരാന്നും ഉള്ളില് നല്ല സോഫ്റ്റ്. കാണുന്നവര്, ഈ വീഡിയോ കാണുന്നവര് ചെയ്ത് നോക്കണം. എന്നാലേ ഈ ടേസ്റ്റ് നമുക്കറിയുള്ളൂ. നല്ല പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പഴുത്ത പഴം വേണം. നല്ലതാ, സോഫ്റ്റാ, നല്ല സോഫ്റ്റാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ബോക്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.